ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് മേരിറ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ അവസാന ദിവസം ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ 10 ദിവസം നമ്മുടെ ഇൻറ്റേൺഷിപ്പ് FIUGPൻ്റെ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്ത് തീർക്കുകയാണ്. നമ്മുടെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. സോ നമുക്കിനി രാവിലെ തന്നെ ഇനി പോകണം. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കണം. അതുപോലെ തന്നെ ഒപ്പിടാൻ, അതൊക്കെ ഒപ്പിടാണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം, തീർക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വിടട്ടെ, അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇതിന് സത്യം പറഞ്ഞാൽ എന്താണ് ഇൻറ്റേൺഷിപ്പ് ഡയറി അല്ലേ? മറ്റേ എന്തായിരുന്നു, ലോഗ് ബുക്കോ ഇതിലാണ് നമ്മൾ അന്നന്ന് എന്താണ് നമ്മൾ വർക്ക് ചെയ്ത് അതൊക്കെ നമ്മൾ എഴുതിക്കാം. ഞങ്ങളിപ്പോൾ 9 ദിവസം വരെല്ലാം എഴുതി. ഇന്നിനി 10ാമത്തെ ദിവസത്തെയും കൂടി എഴുതണം. അങ്ങനെ നമ്മുടെ ഗ്രന്ഥം നമ്മൾ തീർത്തു. ലാസ്റ്റ് ദിവസത്തോട് കൂടിയിട്ട് ഇല്ല ടാക്സിൻ്റെ എൻട്രീസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ പണി നമ്മുടെ അവസാനിച്ചു. സമയം ഇപ്പോൾ എത്രയായി? സമയം ഇവിടെ 10:46 ആയപ്പോഴേക്കും നമ്മുടെ വർക്ക് പകുതിയും കഴിഞ്ഞു. യെസ്, പകുതിയല്ല, മുഴുവനായിട്ടും കഴിഞ്ഞു. എന്തെങ്കിലും എന്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പ്? അടിപൊളിയല്ലേ? സ്നേഹം മാത്രം. പോവാന്ന് പറഞ്ഞുകൊണ്ട് പപ്സ്, ചായ, എനിക്ക് വയ്യ. സന്തോഷമായി, സങ്കടം. അടുത്തത് മൾബറി, എനിക്ക് വയ്യ. എന്താ സാധു. ശ്യാമിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയോ? സർട്ടിഫിക്കറ്റ് കിട്ടി, സന്തോഷായി. പണി കഴിഞ്ഞു ഗയ്സ്. ആയി ഒരു നൈസ് GT, അടിപൊളിയല്ലേ? അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി നമുക്ക് ഇന്റേൺഷിപ്പ് ഡയറി ഫില്ല് ചെയ്യാറുണ്ട് കുറച്ച്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രശ്നം എന്താ, ഇന്റേൺഷിപ്പ് ഡയറൊക്കെ ഫില്ലാക്കാണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം അത് കഴിഞ്ഞ് നമുക്കൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് മുറിച്ച് അടിപൊളിയാക്കാം. നമുക്കിന്ന് പപ്സൊക്കെ കിട്ടി, അടിപൊളിയായിരുന്നു ഇന്ന് മൊത്തം. അപ്പം ഇനി വൈകുന്നേരം നല്ലൊരു കേക്കൊക്കെ വാങ്ങി മുറിച്ച് നമുക്ക് അടിപൊളിയായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാൻ പോകും. ഏതാ കേക്ക്? വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വാങ്ങിയിട്ട് സർപ്രൈസാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി സെറ്റായി. കേക്കും ഉണ്ട്, പിന്നെ നമ്മൾ മുട്ടായി വാങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ്? ഇജ്ജ് പറ. എനിക്ക് ഇതുവരെയായിട്ട് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടില്ല. ഇജ്ജ് പറ. ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ നമ്മളായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്ലി ആയിരുന്നു. ഫവാസേജ് പറ. ഇതാണ് ഇന്റേൺഷിപ്പ്. വിഷയം ഇന്റേൺഷിപ്പ് ഇങ്ങനെ വേണം. ഇന്റേൺഷിപ്പ് നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒന്നും കൂടി ചിരിച്ചാ മതി. ഇങ്ങനെയൊന്നും അല്ലടേ. എൻജോയ്.
അതവിടെ കളഞ്ഞു. അടിപൊളി അടിപൊളി കിട്ടില്ല ആ കേക്ക് കളഞ്ഞ മൊത്തം കളഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ കടലാസിക്കിട്ട് കഴിക്കുക. അടുത്ത മുട്ടായി കിറ്റ്കാറ്റ് ഇടുക്കി ഓക്കെ അടുത്ത് ഇടുക്കി. യെസ് അടുത്തളെ അവസാനല്ല ഇടുക്കി. യെസ് സാറേ ഒരാടുത്ത്. ഓക്കെ ഹലോ എടുക്കൂ നിങ്ങൾ എടുത്തോ ഒന്നോ രണ്ടോ എടുക്കും. ഏയ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയാണ് സന്തോഷിക്കുക. നിങ്ങൾ കുട്ടിയില്ലേ നിങ്ങൾ ഇടിക്കും ചെക്കന് കൊടുക്കും. പിന്നല്ല ഓക്കെ. സ്റ്റോറീസ് ഓഫ് നിരഞ്ജനും ഉണ്ട്, നിരഞ്ജൻ മനേഴി ഉണ്ട്. ഓക്കെ അങ്ങനെ കേക്കും മുറിച്ച് മുട്ടായും കൊടുത്ത് ഇന്റേൺഷിപ്പും കഴിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മൾ അന്തസ്സോടെ ഇറങ്ങുന്നു മുനിസിപ്പാലിറ്റി. കിറ്റ്കാറ്റ് ഇല്ല ഇത് ഒരിക്കലും നമ്മളെ മറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളാക്കി. അതാണ് നമ്മൾ സ്നേഹത്തെ ഭക്ഷണത്തിന്റെ രൂപേണ നമ്മൾ കൊടുക്കും. അത്രയുള്ളൂ. ഓക്കെ അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ നിരഞ്ജൻ.